വീട്ടിൽ പോന്നിട്ട് ഒരു 4 ദിവസമൊക്കെ ആയിട്ടുണ്ടാവും. ഒരിക്കലും നല്ല രീതിക്ക് ശരിയായി വീട്ടിൽ വന്നിട്ട് അങ്ങനെ ഒരു 4-5 ദിവസമായിട്ടുണ്ടാവും. ഒരു ഫ്രൈഡേ ഈവനിങ് അല്ലെങ്കിൽ സാറ്റർഡേ ആണ് എനിക്ക് ഞാൻ മുന്നേ, അതായത് ഒരു 1.5 മാസം മുന്നേ അറ്റൻഡ് ചെയ്ത ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അവർ വിളിച്ചിട്ട് മൺഡേ ജോയിൻ ആവാൻ പറയുന്നത്. അപ്പൊ ഞാൻ വീട്ടിൽ പറഞ്ഞു ഞാൻ എങ്ങോട്ടും പോകുന്നില്ല, ഞാൻ ഇനി വർക്കിനേ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഇത്രയും കാലം മോട്ടിവേറ്റ് ചെയ്യാത്ത ഒടുക്കത്തെ മോട്ടിവേഷൻ, അവിടെ നിന്നുള്ള പേടി അവിടെ തന്നെ നിന്നാണ് തീർക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഒടുക്കത്തെ മോട്ടിവേഷൻ. അങ്ങനെ ഒരു സൺഡേ ഈവനിങ് ഞാൻ കാലിക്കറ്റിൽ കയറുന്നത്, മൺഡേ ജോയിൻ ആവുന്നത്. എൻ്റെ ഫസ്റ്റ് ജോബ് ആയിരുന്നു അത്. പിന്നെ എന്താ വെച്ചാൽ ജോബിന് വരുന്നത്, ഇവിടെ ക്ലാസ്സിന് വരുന്നത്. പിന്നെ നമ്മൾ റൂമിൽ നിന്ന് തമാശ കൂടി പുറത്തിറങ്ങാണ്ടായി പോയെ. അതിനുശേഷം നമ്മൾ കുറെ കാലം ഹയാത്തിലായിരുന്നു. പിന്നെ നമ്മൾ റൂമിലുള്ളവർക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ്, ആ ഒരു ബോണ്ട് വന്ന തുടങ്ങിയ തൊട്ട് റൂമിൽ ഭയങ്കര നോയ്സ് ആയി. നട്ടപ്പലർക്കും നമ്മളെ റൂമിൽ ചിരിയും കളിയായിരിക്കും. താഴെയുള്ള മീൻസിലെ പേഷ്യൻസ് ആയതുകൊണ്ട് തന്നെ അവിടുത്തെ ഓണർ തന്നെ ഞങ്ങളോട് പറഞ്ഞു നിങ്ങളെ ഞങ്ങൾ വേറൊരു അപ്പാർട്ട്മെന്റ് ആക്കി തരാം എന്ന് പറഞ്ഞിട്ട് അപ്പുറം തന്നെയുള്ള ഇവരുടെ ഫ്രണ്ടിന്റെ ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഐബക്ക് മാറുന്നത്. അങ്ങനെ ലൈഫ് മാറി, സറൗണ്ടിങ്ങിലുള്ള ആൾക്കാരെല്ലാം മാറി. അവർക്കൊന്നും ഈ സ്റ്റോറി അറിയില്ല. നമ്മളായിട്ട് ആരോടും പറയാണ്ടുമായി ഞങ്ങൾ തമ്മിൽ തന്നെ ഒന്ന് ഇരുന്നാൽ ഈ ഒരു കാര്യം നമ്മൾ ഡിസ്കസേ ചെയ്യല്ല. ലൈഫിൽ നമ്മൾ ഹോസ്റ്റലിൽ നിന്ന കാര്യങ്ങൾ ബാക്കിയെല്ലാം പറയും. ഈ ഒരു റൂമിന്റെ കാര്യം നമ്മൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ പറയണ്ടായി. ഇത് ലൈഫിൽ എക്സ്പീരിയൻസേ ചെയ്യാത്തവർക്ക് ഇരുട്ടിനെല്ലാം പേടിക്കുന്നു. ഇപ്പൊ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അതൊരു തമാശ ആയേക്കാം. ബട്ട് എനിക്ക് 2 വർഷത്തിന് ശേഷം ഈ ഒരു കാര്യത്തിൽ തീരെ മാറ്റം കഴിയാത്തത് ഇത് മാത്രമാണ്. എനിക്ക് ഫുള്ളി ഇരുട്ടുള്ള റൂമിൽ ഇപ്പോഴും സർവൈവ് ചെയ്യാൻ കഴിയൂല. അത് മാറ്റി നിർത്തിയാല് ദിസ് വാസ് ദ ഹാപ്പിലി എവർ ആഫ്റ്റർ എൻഡിങ് ഓഫ് ദി സ്റ്റോറി. ഇതിനുശേഷം 1 ഇയർ ഒക്കെ ആയി ഐബക്കിന്ന് രാത്രി നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിട്ട് എന്റെ കൂടെ രഹന അല്ല ഉള്ളത്, വേറൊരു ഫ്രണ്ടാണ്. നമ്മൾ രണ്ടുപേരും കൂടി പേടിച്ചോടിയ കഥയുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം.